കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ മരവിപ്പിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. താൻ നാമനിർദ്ദേശം ചെയ്ത അധ്യാപകരുടെ പത്രിക സർവകലാശാല രജിസ്ട്രാർ തള്ളിയതിന് പിന്നാലെയാണ് ഗവർണറുടെ ഈ നടപടി. പത്രിക തള്ളിയതിൽ വിശദീകരണം നൽകാൻ വൈസ് ചാൻസലറോട് രാജ്ഭവൻ ആവശ്യപ്പെട്ടു. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധികളെ ഉടൻ അറിയിക്കണമെന്ന് 8 സർവകലാശാലകളോട് ചാൻസലർ നിർദ്ദേശിക്കുകയും ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത പി രവീന്ദ്രൻ, ടി.എം. വാസുദേവൻ എന്നിവരുടെ പത്രികകളാണ് രജിസ്ട്രാർ തള്ളിയത്. യൂണിവേഴ്സിറ്റി അധ്യാപക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു ജയിച്ചവരല്ല ഗവർണറുടെ നോമിനികൾ എന്നാണ് വിശദീകരണം. ഇതോടെ ഗവർണറും നിലപാട് കടുപ്പിച്ചു. സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ സ്റ്റേ ചെയ്തു. പത്രിക തള്ളിയതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് രാജ്ഭവൻ സെക്രട്ടറി കാലിക്കറ്റ് വി.സിക്ക് കത്ത് നൽകി. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അറിയിക്കാൻ സ്ഥിരം വി.സിമാരില്ലാത്ത 8 സർവകലാശാലകളോടും ആവശ്യപ്പെട്ടു. ഇത് 2ാം തവണയാണ് പ്രതിനിധിയെ ആവശ്യപ്പെട്ട് സർവകലാശാലകൾക്ക് കത്ത് നൽകുന്നത്. കഴിഞ്ഞ തവണ നിർദ്ദേശമായിരുന്നെങ്കിൽ ഇത്തവണ താക്കീതിന്റെ സ്വരമാണ്. സ്ഥിരം വി.സിമാരില്ലാത്ത 8 സർവകലാശാലകളിൽ യോഗം ചേർന്ന് 1 മാസത്തിനകം നോമിനിയെ നിശ്ചയിച്ച് നൽകണം. നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതി വിധിപ്രകാരം സ്വന്തം നിലയ്ക്ക് കമ്മിറ്റി രൂപീകരിക്കുമെന്ന താക്കീതും ചാൻസലർ നൽകുന്നുണ്ട്. 24 തിരുവനന്തപുരം.